BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈനിലെ അപകട സാധ്യത കൂടിയ കെട്ടിടങ്ങളിൽ പരിശോധനയ്ക്കും അറ്റകുറ്റപ്പണികൾക്കും സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെ നിയമിക്കാനുള്ള നിർദ്ദേശത്തിന് പാർലമെന്റ് അംഗീകാരം നൽകി. പഴക്കം ചെന്ന കെട്ടിടങ്ങളും വീടുകളും തകർന്നു വീഴുമെന്ന ആശങ്ക വർദ്ധിച്ച സാഹചര്യത്തിലാണ് പുതിയ നിർദ്ദേശവുമായി MP-മാർ രംഗത്തെത്തിയത്. അവഗണിക്കപ്പെടുന്ന പഴയ കെട്ടിടങ്ങൾ താമസക്കാർക്കും സമീപത്തെ റോഡിലൂടെ സഞ്ചരിക്കുന്നവർക്കും അപകടം വരുത്തിവെക്കുമെന്നും MP-മാർ പറഞ്ഞു. അപകടമുണ്ടാകാൻ സാധ്യതയുള്ള കെട്ടിടങ്ങൾ കണ്ടെത്തി ഉടമസ്ഥർക്ക് അവബോധം നൽകുക എന്നതാണ് നിർദ്ദേശത്തിന്റെ പ്രധാന ലക്ഷ്യം. നീണ്ട 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പ്രവാസിയെ നാട്ടിലെത്തിക്കാൻ സഹായിച്ച പ്രവാസി വെൽഫെയറിന്റെ സേവന വിഭാഗമായ ടീം വെൽകെയർ 2017 തുടങ്ങിയ വ്യാപാര സ്ഥാപനം നഷ്ടത്തിലാവുകയും കടം നൽകിയവർക്ക് പണം തിരിച്ചു നൽകാൻ പ്രയാസപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് പ്രവാസിയുടെ നാട്ടിലേക്കുള്ള മടക്കയാത്ര അനിശ്ചിതമായി നീണ്ടത്. നാട്ടിൽ നിന്നുള്ള അന്വേഷണത്തെ തുടർന്ന് വെൽകെയർ പ്രവർത്തകർ അദ്ദേഹത്തെ കണ്ടെത്തുകയും നാട്ടിലേക്ക് പോകുന്നതിനുള്ള ടിക്കറ്റും ഗൾഫ് കിറ്റും ഉദാരമതികളുടെ സഹായത്തോടെ നൽകുകയുമായിരുന്നു. കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിയ പ്രവാസിയെ കണ്ടെത്തുന്നതിനും മടക്കയാത്രയ്ക്ക് സഹായിക്കുന്നതിനും നേതൃത്വം നൽകിയ ബഷീർ വൈക്കലശ്ശേരി, മൊയ്തു തിരുവള്ളൂർ, ഹാഷിം തുടങ്ങിയ ടീം വെൽകെയർ അംഗങ്ങൾക്കും യാത്രാ ടിക്കറ്റും ഗൾഫ് കിറ്റും നൽകി സഹായിച്ച ഉദാരമതികൾക്കും പ്രവാസി വെൽഫെയറിന്റെയും ടീം വെൽകെയറിന്റെയും നന്ദിയും കടപ്പാടും അറിയിക്കുന്നതായി വെൽകെയർ കൺവീനർ മുഹമ്മദ് അലി മലപ്പുറം പറഞ്ഞു. ബഹ്റൈൻ കായിക ദിനത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് ബഹ്റൈൻ മറീന ഡോൾഫ് പാർക്കിൽ വെച്ച് SNCS കൂട്ടനടത്തം സംഘടിപ്പിച്ചു. ബഹ്റൈൻ സാമൂഹിക വികസന മന്ത്രാലയം പ്രതിനിധി ആമിന അൽ ജാസിം പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. യുണൈറ്റഡ് നഴ്സസ് ഓഫ് ഇന്ത്യ ബഹ്റൈനിലെ നാഷണൽ ആക്ഷൻ ചാർട്ടർ ഇവന്റിൽ പങ്കെടുത്തു. MP മുഹമ്മദ് ഹുസൈൻ ജനാഹിയുടെ രക്ഷാകർതൃത്വത്തിൽ ക്യാപിറ്റൽ ഗവർണറേറ്റ് സഹകരിച്ചാണ് ഫെബ്രുവരി 14, 15 തീയതികളിൽ ഈ പരിപാടി നടന്നത്. ബഹ്റൈനിലെ ഉൽപാദന കുടുംബങ്ങൾക്ക് സഹായം നൽകുന്നതിനുള്ള ഒരു വലിയ വേദിയായി മാറിയ പരിപാടിയുടെ ഭാഗമായി 15 സാംസ്കാരിക പരിപാടികളും വിവിധയിനം സ്റ്റാളുകളും ഉണ്ടായിരുന്നു. യൂണിബിന്റെയും വിജയകരമായി ഒരു സ്റ്റാൾ സംഘടിപ്പിച്ചിരുന്നു. പ്രസിഡന്റ് ലിത മറിയം, ജനറൽ സെക്രട്ടറി അനു, പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് അപർണ, ഷെറിൻ, ജെയ്സി, ബിഞ്ചു, സുചിത്ര, സുധാര, ലവ്ലി, ഷേർലി, അരോമൽ എന്നിവർ പങ്കെടുത്തു. പ്രോഗ്രാമിന്റെ പ്രധാന സ്പോൺസറായി പ്രിന്റ്മാക്സ് സൽമാനിയോടും സംഘാടകരോടും യൂണിബ് നന്ദി അറിയിച്ചു. രാജ്യതലസ്ഥാനത്ത് വീണ്ടും വനിതാ മുഖ്യമന്ത്രി രേഖ ഗുപ്ത ദില്ലി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറി. മുഖ്യമന്ത്രിക്കൊപ്പം പർവേഷ് വർമ്മ, ആശിഷ് സുധു, മഞ്ജീന്ദർ സിംഗ്, രവീന്ദ്ര ഇദാർ സിംഗ്, കപിൽ മിശ്ര, പങ്കജ് കുമാർ സിംഗ് എന്നിവരും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. ദില്ലിയുടെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ്. ഷാലിമാർ ബാഗ് മണ്ഡലം പിടിച്ചെടുത്ത് രാജ്യതലസ്ഥാനം ഭരിക്കാൻ ഒരുങ്ങുന്ന രേഖ ശർമ്മ. ദില്ലി രാംലീല മൈതാനിയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, രാജ്നാഥ് സിംഗ്, JP നദ്ദയടക്കം കേന്ദ്രമന്ത്രിമാരും വിവിധ NDA മുഖ്യമന്ത്രിമാരും സന്നിഹിതരായിരുന്നു. വേദിയിൽ വിവിധ മത ആചാര്യന്മാർക്കും പൗരപ്രമുഖർക്കും പ്രത്യേകം ഇടമൊരുക്കിയിരുന്നു. അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ പർവേഷ് വർമ്മയെ പോലും മാറ്റി നിർത്തിയാണ് രേഖ ഗുപ്തയെ ദില്ലിയുടെ മുഖ്യമന്ത്രിയായി BJP തിരഞ്ഞെടുത്തത്. BJP മഹിളാ മോർച്ച ദേശീയ ഉപാധ്യക്ഷയും BJP ദേശീയ നിർവാഹക സമിതി അംഗവുമാണ് രേഖ ഗുപ്ത. കേരളത്തിൽ പുതിയ പദ്ധതികളിൽ നിക്ഷേപിക്കാനൊരുങ്ങി ലുലു ഗ്രൂപ്പ്. ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് ആഗോള നിക്ഷേപക ഉച്ചകോടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി പറഞ്ഞു. സംസ്ഥാനത്തെ പ്രധാന നിക്ഷേപകരായി മാറാൻ കഴിഞ്ഞതിൽ ഗ്രൂപ്പിന് അഭിമാനമുണ്ട്. ഷോപ്പിംഗ് മാളുകളും ഹൈപ്പർ മാർക്കറ്റുകളും കൺവെൻഷൻ സെന്ററുകളും ഹോട്ടലുകളും ലോജിസ്റ്റിക് പാർക്കും കോൾഡ് സ്റ്റോറേജുകളും സ്ഥാപിക്കാൻ കഴിഞ്ഞത് നേട്ടമാണ്. കളമശ്ശേരിയിൽ അത്യാധുനിക ഭക്ഷ്യ സംസ്കരണ പാർക്ക് സ്ഥാപിക്കാനും പദ്ധതിയുണ്ട്. 15,000 പേർക്ക് തൊഴിൽ ചെയ്യാവുന്ന 2 IT ടവറുകൾ ഇൻഫോ പാർക്കിൽ ലുലു ഗ്രൂപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. 4,00,000 പേർക്ക് ഇരിക്കാവുന്ന ഇരട്ട IT ടവർ വൈകാതെ ഉദ്ഘാടനം ചെയ്യും. ലുലു ഗ്രൂപ്പ് വിജയകരമായി പദ്ധതികൾ നടപ്പാക്കുന്നത് കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണെന്നതിന് ഉദാഹരണമാണ്. മെഡിക്കൽ ടൂറിസം, റോബോട്ടിക്, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ കേരളത്തിന് വലിയ നിക്ഷേപ സാധ്യതയുണ്ട്. കേരളത്തെ വിദ്യാഭ്യാസ ഹബ്ബായി വികസിപ്പിച്ചാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ സാധിക്കും. കേരളത്തിന്റെ വികസനത്തിന് രാഷ്ട്രീയം മറന്ന് സർക്കാരിനൊപ്പം നിൽക്കുമെന്ന പ്രതിപക്ഷ നിലപാട് സ്വാഗതാർഹമാണെന്നും യൂസഫ് അലി പറഞ്ഞു.
സിൽവർ ലൈൻ പദ്ധതി ഇപ്പോഴും കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ പരിഗണനയിലാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ആഗോള നിക്ഷേപ ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. പദ്ധതി സംബന്ധിച്ച റെയിൽവേ മന്ത്രാലയം സംസ്ഥാന സർക്കാരിനോട് ചില കാര്യങ്ങളിൽ വിശദീകരണം ചോദിച്ചു. ഇതിന് മറുപടിയായി കാക്കുകയാണ്. പദ്ധതിക്കെതിരെ ജനങ്ങൾ ഉയർത്തിയ ആശങ്കകൾക്ക് പരിഹാരം കാണേണ്ടതുണ്ട്. സംസ്ഥാനത്തിന്റെ മറുപടി ലഭിക്കുന്ന മുറയ്ക്ക് ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ച നടക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. കേരളത്തിന്റെ വ്യാവസായിക സാമ്പത്തിക വികസന സംരംഭങ്ങൾക്ക് കേന്ദ്ര സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുന്നുവെന്നും വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്ത ദേശീയ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ രാജ്യം മുഴുവൻ സഹകരണ ഫെഡറലിസത്തിന്റെ മനോഭാവത്തിൽ പ്രവർത്തിക്കുകയാണെന്നും ആഗോള നിക്ഷേപ ഉച്ചകോടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കവേ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കാസർഗോഡ് ഉക്കിനടുക്കയ്ക്ക് സമീപം എൽക്കാനയിൽ അമ്മയെയും 2 വയസ്സുള്ള മകളെയും കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വീടിന് സമീപത്തെ തോട്ടത്തിലെ കുളത്തിൽ വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് സംഭവം. എൽക്കാന പാലത്തിന് സമീപത്ത് താമസിക്കുന്ന ഈശ്വരൻ നായിക്കിന്റെ ഭാര്യ പരമേശ്വരി, മകൾ പത്മിനി എന്നിവരാണ് മരിച്ചത്. മുണ്ട്യ അടുക്കയിൽ ഉത്സവത്തിന് ഭർത്താവ് ഈശ്വരൻ നായിക്കിനും മകൻ ഹരിപ്രസാദും രാവിലെ പോയിരുന്നു. വൈകിട്ട് തിരിച്ചെത്തിയപ്പോൾ വീട്ടിൽ ഇരുവരെയും കണ്ടില്ല. പിന്നീടാണ് കുളത്തിൽ ഭാര്യയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം കണ്ടത്. നാട്ടുകാരുടെ സഹായത്തോടെ ഇരുവരെയും പുറത്തെടുത്ത് കാസർഗോഡ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. മൃതദേഹങ്ങൾ കാസർഗോഡ് ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പതിയടുക്ക പോലീസ് കേസെടുത്തു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.